Hello friends, welcome to my channel CS Edu Corner. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 1ൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സോഫ്റ്റ്വെയർ കൺസെപ്റ്റ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരെയുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന് ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലേ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഹാർഡ്വെയർ എന്താ, സോഫ്റ്റ്വെയർ എന്താ? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. വി ക്യാൻ സീ ആൻഡ് ടച്ച് ഇറ്റ് അല്ലേ. നമുക്ക് കാണാനും പറ്റും തൊടാനും പറ്റുന്ന പാർട്ടുകളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയാണ് നമ്മൾ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാംസ് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഈസ് എ ജനറൽ ടേം യൂസ് ഫോർ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലറായിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സെറ്റ് ഓഫ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ ഇവരെ മൂന്നുപേരെയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ജനറൽ പർപ്പസും കസ്റ്റമൈസ്ഡും. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിനകത്ത് വരുന്നതാണ് ആൻറ്റിവൈറസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഉണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് മൂന്നുണ്ട്: കമ്പൈലർ, അസംബ്ലർ, ഇൻ്റർപ്രറ്റർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ജനറൽ പർപ്പസും കസ്റ്റമൈസ്ഡ്. ഓക്കെ, ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിനകത്തുള്ള ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിസൈൻ ടു കൺട്രോൾ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടറിനോട് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ് ഉണ്ട്: ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ദറ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോഗ്രാമേഴ്സ്, യൂസേഴ്സ് ഇവർക്കൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് സിസ്റ്റം. നമ്മൾ യൂസേഴ്സിനും കമ്പ്യൂട്ടറിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് അല്ലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയല്ലേ നമുക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇറ്റ് മാനേജസ് ഓൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഫ്ലോ ടു ആൻഡ് ഫ്രം ദ പ്രോസസ്സർ. അതുപോലെ തന്നെ ഓരോ ടാസ്കുകൾക്ക്, അതായത് ഓരോ പ്രോസസ്സുകൾക്കും പ്രയോറിറ്റി സെറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ.
ഇനി ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. യൂസറിന് കമ്പ്യൂട്ടർ ഹാർഡ്വെയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഡോസ്, വിൻഡോസ്, യൂണിക്സ്, ലിനക്സ് എക്സെട്ര. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസറും ഉണ്ട്, മൾട്ടി യൂസറും ഉണ്ട്. സിംഗിൾ യൂസറും ഉണ്ട്, മൾട്ടി യൂസറും ഉണ്ട്. സിംഗിൾ യൂസർ എന്ന് പറഞ്ഞാൽ only one user work at a time. അതുപോലെ തന്നെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരുപാട് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും OS ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ, സോഫ്റ്റ്വെയർ, പ്രോഗ്രാം, യൂസേഴ്സ് ഒക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിങ് ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് OS ആണ്. അതുപോലെ ഇൻഫർമേഷൻ ഫ്ലോ ടു ആൻഡ് ഫ്രം ദ പ്രോസസ്സർ, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഡിഫറെൻറ്റ് ടാസ്ക് ബൈ സെറ്റിംഗ് പ്രയോറിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് OS ആണ്. സ്വിച്ച് ഓൺ ചെയ്താൽ OS ആണ് ആദ്യത്തെ പ്രോഗ്രാം. മെമ്മറിയിലോട്ട് ലോഡാവുന്ന ആദ്യത്തെ പ്രോഗ്രാം OS ആണ്. യൂസറിന് OS ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പറ്റുള്ളൂ കമ്പ്യൂട്ടറുമായിട്ട്, അല്ലേ? ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് സിസ്റ്റം. പോപ്പുലർ ആയിട്ടുള്ള OS ആണ് ഡോസ്, വിൻഡോസ്, യൂണിക്സ്, ലിനക്സ് എല്ലാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂസറും ഉണ്ട്, മൾട്ടി യൂസറും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നീഡ് എന്താണ്? നീഡ് ഫോർ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് പ്രോഗ്രാംസ് കോൾഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൺ. അല്ലെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ റൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് OS പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ആക്ട്സ് ആസ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് യൂസർ. കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനുകളെ മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നീഡ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പ്രോസസ്സർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിവൈസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഇത്രയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് പ്രോസസ്സർ മാനേജ്മെൻ്റ് ആണ്. പ്രോസസ്സർ മാനേജ്മെൻറ്റിനകത്ത് എന്താണ് ചെയ്യുന്നത്? ദിസ് ഡീൽ വിത്ത് മാനേജ്മെൻറ്റ് ഓഫ് CPU. CPUവിൻ്റെ മാനേജ്മെൻ്റ് ആണ് പ്രോസസ്സർ മാനേജ്മെൻറ്റിനകത്ത് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് കൊടുക്കുന്നത്? ഓരോ പ്രോസസ്സുകൾക്കും ഡിഫറെൻറ്റ് പ്രോസസ്സുകളുണ്ടല്ലേ, ഈ പ്രോസസ്സുകൾക്കെല്ലാം CPUവിൻ്റെ സമയം ഓരോന്നിനും എക്സിക്യൂട്ട് ചെയ്യാൻ CPU ടൈം കൊടുക്കുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെ CPU ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഷെഡ്യൂളിംഗ് എന്ന്. ഷെഡ്യൂളിംഗ് 2 ടൈപ്പ് ഉണ്ട്. പ്രയോറിറ്റി ഷെഡ്യൂളും ഉണ്ട്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങും ഉണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടാസ്കിനും CPU ടൈം കൊടുക്കുന്നത് ആ ടാസ്കിൻ്റെ പ്രയോറിറ്റി, ആ ടാസ്കിന് ഓരോന്നിനും ഓരോ പ്രയോറിറ്റി അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ പ്രയോറിറ്റി നോക്കിയിട്ടാണ് ഓരോ ടാസ്കിനും CPU ടൈം കൊടുക്കുന്നത്. അപ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ള പ്രോഗ്രാമിന് CPU ടൈം ലോവർ പ്രയോറിറ്റി ഉള്ള പ്രോഗ്രാമിനെക്കാട്ടി മുമ്പേ കൊടുക്കും. അപ്പോൾ CPU എക്സിക്യൂട്ട് ദ ടാസ്ക് ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഓർ ദർ ഈസ് സം ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഉണ്ടാകുന്നവരെയോ അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെയോ CPU അതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്മോൾ ജോബാണ് ആദ്യം വരുന്നതെങ്കിൽ അതിന് ലോവർ പ്രയോറിറ്റി ആണ്, അത് കുറേ നേരം വേണ്ട അത് എക്സിക്യൂട്ട് ചെയ്യാൻ, എക്സിക്യൂഷൻ ടൈം കുറവാണ്. പക്ഷേ ഹയർ പ്രയോറിറ്റി ഉള്ള പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ലോവർ പ്രയോറിറ്റി ലോങ് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ്. ഈ ഷെഡ്യൂളിംഗ് ടെക്നിക്കിനെ നമ്മൾ ടൈം ഷെയറിംഗ് ടെക്നിക്ക് എന്ന് പറയും. ഇൻ ദിസ് ഈച്ച് പ്രോഗ്രാം ഓർ ടാസ്ക് ഈസ് ഗിവൺ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈം ടു എക്സിക്യൂട്ട്. ഓരോ ടാസ്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈമാണ് എക്സിക്യൂഷന് കൊടുക്കുന്നത്. അപ്പോൾ CPU എന്ത് ചെയ്യും? അലോട്ടഡ് ടൈം തീരുന്നത് വരെ ഓരോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അലോട്ട് ചെയ്ത ടൈം തീർന്നു കഴിഞ്ഞാൽ CPU അടുത്ത പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിപ്പം നേരത്തെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം തീർന്നാലും ഇല്ലെങ്കിലും അലോട്ട്മെൻറ്റ് ടൈം കഴിയുമ്പം അടുത്ത പ്രോഗ്രാമിലോട്ട് പോകും CPUവിൻ്റെ കൺട്രോൾ. ഓക്കെ, if the task is not completed at the end of allotted time, it is put at the end of the queue. ക്യൂവിൻ്റെ അവസാനം വെക്കും. എന്നിട്ട് എല്ലാ ടാസ്കിനും ഉള്ളത്
CPU ടൈം ഷെയർ ചെയ്ത് പോകും. ഓക്കെ, ദിസ് ഷെഡ്യൂളിംഗ് ടെക്നിക് ഇംപ്രൂവ്സ് റെസ്പോൺസ് ടൈം, പ്രൊവൈഡ്സ് ആൻ ഇൻറ്ററാക്റ്റീവ് എൻവയോൺമെൻറ്റ്, ഹെൻസ് ഇറ്റ്സ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വെരി യൂസ്ഫുൾ ഇൻ നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റ്. നെറ്റ്വർക്കിംഗ് എൻവയോൺമെൻറ്റിലാണ് ഈ ഒരു ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടുതൽ യൂസ് വരുന്നത്. നെക്സ്റ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അറ്റാച്ച് ചെയ്ത ഡിവൈസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് CPU ആയിട്ടൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? CPUൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് ഇൻപുട്ട് ഡിവൈസിനേക്കാളും കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ബാലൻസ് അല്ലേ. CPU ടൈം അപ്പോൾ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് 2 ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്, ബഫറിങ് ആൻഡ് സ്പൂളിങ്. ബഫറിങ്ങും സ്പൂളിങ്ങും ആണ് ഇതിന് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്ക്. അപ്പോൾ ബഫറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടെക്നിക്കിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ടെമ്പററി സ്റ്റോറേജ് ചെയ്യുന്നത് ഇൻപുട്ട് ബഫർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ബഫറിലാണ്. ഒരിക്കൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്കുള്ള സിഗ്നൽ CPU സെൻഡ് ചെയ്താൽ എന്ത് പറ്റും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ത്രൂ ദ ഡിവൈസ് കൺട്രോളർ മൂവ്സ് ദ ഡേറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ് ടു ഇൻപുട്ട് ബഫർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ഡിവൈസ് കൺട്രോളർ എന്ത് ചെയ്യും? ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റ ഇൻപുട്ട് ബഫറിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ CPU ഒരു തവണ ഇൻപുട്ടിനുള്ള സിഗ്നൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇൻപുട്ടിൻ്റെ കാര്യം പറയാം. ഇൻപുട്ടിനുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് കൺട്രോളർ വഴി ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ഡേറ്റ എൻ്റർ ചെയ്തത് ഇൻപുട്ട് ബഫറിൽ കൊണ്ടുപോയി. അപ്പോൾ ഇൻപുട്ട് ബഫർ ഫുള്ളാവും അല്ലേ ഡേറ്റ ചെല്ലുമ്പോൾ. CPU എന്ത് ചെയ്യും? ആവശ്യമുള്ളപ്പോൾ വന്ന് ഈ ഡേറ്റേനെ എടുത്ത് വെച്ച് പ്രോസസ്സ് ചെയ്യും. ഇപ്പം CPU വന്ന് നോക്കുമ്പോൾ ബഫർ ഫുള്ളല്ല, എം ടി ആണെന്നുണ്ടെങ്കിൽ CPU എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇൻപുട്ട് ലോഡ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും. ഇനി ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഔട്ട്പുട്ടിൽ ഒരു ഔട്ട്പുട്ട് ബഫർ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡേറ്റ പ്രിൻറ്റ് ചെയ്യാൻ, അതായത് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കൊടുക്കാനായിട്ട് ഉള്ളതുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഔട്ട്പുട്ട് ബഫറിൽ വെക്കും. എന്നിട്ട് CPU എന്ത് ചെയ്യും? അടുത്ത എക്സിക്യൂഷന് പോകും. എക്സിക്യൂഷൻ കഴിയുമ്പോൾ ഈ ബഫർ ഫ്രീ ആയിട്ടില്ല, ബഫർ ഫുള്ളാണെങ്കിൽ എന്ത് ചെയ്യും? അത് വേറൊരു ബഫറിൽ കൊണ്ടുവന്ന് ഡേറ്റ സ്റ്റോർ ചെയ്യും. ഇതിനെ നമ്മൾ ഓവർലാപ്ഡ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഓവർലാപ്ഡ് പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബഫറിങ്ങിനകത്ത് ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? When program being executed has to display some output, it fill the buffer and then inform operating system അല്ലേ. ഔട്ട്പുട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബഫറിൽ കൊണ്ടുപോയി ഔട്ട്പുട്ട് വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻഫോം ചെയ്യും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ബഫർ എംപ്റ്റി ചെയ്യും. എങ്ങനെ? ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് ഡേറ്റേനെ സെൻഡ് ചെയ്തിട്ട്, ബഫറിലുള്ള ഡേറ്റേനെ സെൻഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അപ്പം മീൻ ടൈമിലുള്ള പ്രോഗ്രാം എന്ത് ചെയ്യും? വേറൊരു ബഫറിൽ ഫില്ല് ചെയ്യും. ഈ ടെക്നിക്കിനെയാണ് നമ്മൾ ഓവർലാപ്ഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് വൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീലോഡ് വൺ ബഫർ, എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ഡസ് നോട്ട് സ്റ്റോപ്പ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ബഫർ ലോഡ് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇറ്റ് ഈസ് ഏബിൾ ടു റിട്രീവ് ഓർ ഫിൽ ഡേറ്റ ഇൻ അനദർ ബഫർ. അതിന് ഒന്നുകിൽ ഒരു അനദർ ബഫറിൽ നിന്ന് ഡേറ്റനെ, ഇൻപുട്ടിൻ്റെ കേസിലാണെങ്കിൽ ഡേറ്റനെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഇനി സ്പൂളിംഗ്. അടുത്തത് സ്പൂളിംഗ് ആണ്. സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ് പെരിഫറൽ ഓപ്പറേഷൻ ഓൺലൈൻ എന്നാണ്. ഇത് ഒരു ഡിവൈസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. യൂസ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടാസ്ക് ഓൺ സെയിം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്. സെയിം ടാസ്കുകൾ, ഡിഫറെൻറ്റ് ടാസ്ക് സെയിം ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്പൂളിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു നെറ്റ്വർക്കിൽ ഒരു പ്രിൻ്ററേ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള യൂസേഴ്സ് എല്ലാം ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഈ പ്രിൻ്ററിന് റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പ്രിൻറ്റിങ് സ്പീഡ് സ്ലോ ആവും അല്ലേ. അപ്പോൾ CPU പ്രോസസ്സിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രിൻറ്റിങ് സ്ലോ ആവും. അപ്പോൾ എന്ത് പറ്റും? ഈ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? ഈ ഡേറ്റേനെ അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് പ്രിൻ്റർ എന്ത് ചെയ്യും? ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അതിന് പ്രിൻ്റ് ചെയ്തെടുക്കും. അതാണ് സ്പൂളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി അടുത്തത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്.
ഇൻ എ കമ്പ്യൂട്ടർ ബോത്ത് CPU ആൻഡ് IO ഡിവൈസ് ഇൻട്രാക്ട് വിത്ത് മെമ്മറി. മെമ്മറി ആയിട്ട് CPU-യും IO ഡിവൈസസും എല്ലാം ഇൻട്രാക്ട് ചെയ്യും. വെൻ എ പ്രോഗ്രാം നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഇറ്റ് ഈസ് ലോഡഡ് ഓൺ ടു മെയിൻ മെമ്മറി ടിൽ ദ എക്സിക്യൂഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പ്രോഗ്രാമിനെ മെയിൻ മെമ്മറിയിൽ ലോഡ് ചെയ്യും. അവിടെ വെച്ചിട്ടാണ് ഈ എക്സിക്യൂഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ എക്സിക്യൂഷൻ കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ മെമ്മറി ഫ്രീ ചെയ്യും അല്ലേ. അന്നേരം അടുത്ത അവൈലബിൾ പ്രോഗ്രാമിന് ആ മെമ്മറി ഉപയോഗിക്കാം, പ്രോസസ്സ് ചെയ്യേണ്ട അതിന്. അപ്പോൾ നമുക്ക് ഈ മെമ്മറി മാനേജ്മെൻറ്റിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2 ടെക്നിക്ക് ഉണ്ട്, പാർട്ടീഷനിങ്ങും വെർച്വൽ മെമ്മറിയും. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മെമ്മറീനെ ഒരുപാട് പാർട്ടീഷൻസ് സെയിം സൈസ് ഓർ ഡിഫറെൻറ്റ് സൈസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ പ്രോഗ്രാംസിനെ അതിനകത്തോട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാമും ആ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് എടുത്തേക്കുന്നിടത്ത് വന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ എന്താ പറ്റും, മെമ്മറി സ്പേസ് കുറഞ്ഞു പോകാം, ചിലപ്പം കൂടിപ്പോകാം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെമ്മറി ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രോഗ്രാം വേണമെങ്കിലും മെയിൻ മെമ്മറിയിലോട്ട് കമ്പ്യൂട്ടറിന് ലോഡ് ചെയ്യാൻ പറ്റും ഈ വെർച്വൽ മെമ്മറി വെച്ച്. ഈ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാം മൊത്തമായിട്ട് മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻ മെമ്മറീനെ ഈക്വൽ സൈസുള്ള പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഈക്വൽ സൈസുള്ള പേജസ് ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറീനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. എന്നിട്ടോ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് നമ്മൾ മെയിൻ മെമ്മറിയിൽ വയ്ക്കും. ആ പാർട്ടിനെ നമ്മൾ ആക്റ്റീവ് സെറ്റ് എന്നാണ് പറയുന്നത്. റെസ്റ്റ് നമ്മൾ സൂക്ഷിക്കുന്നത് സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും. സെക്കൻഡറി സ്റ്റോറേജിൽ ഇൻ ദ ഫോം ഓഫ് ട്രാക്സ് ഓർ സെക്ടേഴ്സ് ഓർ ബ്ലോക്സ് ആയിട്ടാണ്. അപ്പോൾ പേജ് മാപ്പ് ടേബിളുണ്ട്, ഒരു പേജ് മാപ്പ് ടേബിളുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഈ പേജ് മാപ്പിൻ്റെ ഓരോ പേജിൻ്റെയും ബാക്കി ഡേറ്റ, ഓരോ മെയിൻ മെമ്മറിയിലെ ഓരോ പേജിൻ്റെയും ഓരോ ബാക്കി ഉണ്ടാവുക സെക്കൻഡറി സ്റ്റോറേജിലല്ലേ, അത് എവിടെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സൂക്ഷിക്കും. അപ്പോൾ ഒരു വെർച്വൽ അഡ്രസ്സ് ഉണ്ടാവും, ഒന്നുകിൽ അത് മെയിൻ മെമ്മറിയിലല്ലേ സെക്കൻഡറി മെമ്മറിയിലോട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വെർച്വൽ മെമ്മറി അലോസ് മോർ പ്രോഗ്രാംസ് ആൻഡ് ഈവൻ ലാർജർ പ്രോഗ്രാം ടു ബി എക്സിക്യൂട്ടഡ് ഇൻ മെയിൻ മെമ്മറി ലീഡിങ് ടു എഫിഷ്യൻറ്റ് മെമ്മറി യൂട്ടിലൈസേഷൻ. അങ്ങനെ നമുക്ക് എത്ര വലിയ പ്രോഗ്രാമുകൾ വേണമെങ്കിലും CPU-നകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ മെമ്മറി യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. അപ്പം വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വലിയ പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെയിൻ മെമ്മറീനെ ഇവിടെ പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒരു പാർട്ട് ഓഫ് പ്രോഗ്രാം മെയിൻ മെമ്മറിയിലും ബാക്കി പാർട്ട് സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും ഉണ്ടാവുക. മെയിൻ മെമ്മറിയിലുള്ള പാർട്ടിനെ നമ്മൾ ആക്റ്റീവ് സെറ്റ് എന്നും ബാക്കി പാർട്ടിനെ നമ്മൾ ട്രാക്ക് ഓർ സെക്ടേഴ്സ് ഓർ ബ്ലോക്ക് എന്നാണ് ഒക്കെ ആയിട്ടാണ് സെക്കൻഡറി സ്റ്റോറേജിൽ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പേജ് മാപ്പ് ടേബിളുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന സെക്കൻഡറി മെമ്മറിയിലുള്ളതിൻ്റെ ഏത് പാർട്ടാണെന്നുള്ളത് നോക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വെർച്വൽ അഡ്രസ്സ് ഒന്നുകിൽ മെയിൻ മെമ്മറിയിൽ അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ ഉണ്ടാവും, ഒരു വെർച്വൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ വെർച്വൽ മെമ്മറി നമുക്ക് കൂടുതൽ മെമ്മറി യൂട്ടിലൈസേഷൻ വെർച്വൽ മെമ്മറി ടെക്നിക്ക് വഴി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഫയൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജസ് ഫയൽസ്, ഫോൾഡേഴ്സ് ആൻഡ് ഡയറക്ടറി സിസ്റ്റംസ് ഓൺ എ കമ്പ്യൂട്ടർ. Any data on a computer is stored in the form of files and operating system keeps information about all of them using file allocation table. അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസും ഫോൾഡേഴ്സും ഡയറക്ടറി ഒക്കെ ആയിട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഓരോ ഡേറ്റേനെ കമ്പ്യൂട്ടർ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ഫയൽസിൻ്റെ ഫോമിലല്ലേ നമ്മൾ ഡേറ്റേനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ എല്ലാം ട്രാക്ക് കീപ്പ് ചെയ്യില്ലേ. എങ്ങനെയാണ്, യൂസിങ് എ ഫയൽ അലോക്കേഷൻ ടേബിൾ വെച്ചിട്ടാണ് ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും കീപ്പ് ചെയ്ത് വെക്കുന്നത് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഫയൽ അലോക്കേഷൻ ടേബിൾ സ്റ്റോർസ് ജനറൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഫയൽസ് ലൈക്ക് ഫയൽ നെയിം, ടൈപ്പ്, സൈസ്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ആക്സസ് മോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഫയൽ അലോക്കേഷൻ ടേബിളിലുള്ളത്. എന്തൊക്കെയാണ്, ടൈപ്പ്, സൈസ്, ഫയൽ നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ആക്സസ് മോഡ്. ഫയൽ മാനേജർ എന്താ ചെയ്യുന്നത്, helps to create, edit, copy, allocate memory to files. ഓക്കെ, ആൻഡ് ഓൾസോ അപ്ഡേറ്റ് ഫയൽ അലോക്കേഷൻ ടേബിൾ. ഇതെല്ലാം ഫയൽ മാനേജറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നോക്കുന്നത് ഫയൽസ് ഓപ്പൺ ആക്കിയത് പ്രോപ്പർ ആക്സസ് റൈറ്റ് ഉണ്ടോ, റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളതെന്ന് നോക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫയൽ മാനേജ്മെൻറ്റിനകത്ത് ഫയൽ അലോക്കേഷൻ ടേബിളുണ്ട്. ഫയൽ അലോക്കേഷൻ ടേബിളിനകത്ത്
ജനറൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫയൽ നെയിം, ടൈപ്പ്, സൈസ്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ആക്സസ് മോഡ്. ഫയൽ മാനേജർ എന്തൊക്കെയാണ് ചെയ്യുക? ക്രിയേറ്റ്, എഡിറ്റ്, കോപ്പി, അലോക്കേറ്റ് മെമ്മറി, ഓൾസോ അപ്ഡേറ്റ്സ് ഫയൽ അലോക്കേഷൻ ടേബിൾ അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾസോ ടേക്ക് കെയർ ദാറ്റ് ഫയൽസ് ആർ ഓപ്പൺ വിത്ത് പ്രോപ്പർ ആക്സസ് റൈറ്റ് ടു റീഡ് ഓർ എഡിറ്റ് ദം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രോസസ്സർ മാനേജ്മെൻറ്റ് പറഞ്ഞു. പ്രോസസ്സർ മാനേജ്മെൻറ്റ് CPU ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്കിനും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ആ പ്രയോറിറ്റി അനുസരിച്ചാണ് CPU ടൈം കൊടുക്കുന്നത്. ഹയർ പ്രയോറിറ്റി ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ലോവർ പ്രയോറിറ്റി ഉള്ളവർക്ക് മാറിക്കൊടുക്കണം. ഇതാണ് അവിടെ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രയോറിറ്റി ഉള്ള പ്രോഗ്രാമുകൾക്ക്, അതായത് ചെറിയ എക്സിക്യൂഷൻ ടൈം വേണ്ടുന്ന പ്രോഗ്രാമുകൾക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഹയർ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ. അടുത്തത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ്. ടൈം ഷെയറിംഗ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈം ഓരോ പ്രോഗ്രാമിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അലോട്ടഡ് ടൈം കഴിയുമ്പം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും അടുത്ത പ്രോഗ്രാമിലോട്ട് അതിൻ്റെ കൺട്രോൾ പോവും, CPU എക്സിക്യൂഷൻ പോവും. അതാണ് നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് പറഞ്ഞത്. ഇനി ഡിവൈസ് മാനേജ്മെൻറ്റിനകത്ത് പറഞ്ഞാണ് ബഫറിങ്ങും സ്പൂളിങ്ങും. ബഫറിങ് എന്താണെന്ന് പറഞ്ഞു, ടെമ്പററി സ്റ്റോറേജിൽ വെക്കും ഇൻപുട്ടും ഔട്ട്പുട്ടും. ആ ഒരു CPU ടൈം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് ഈ ബഫറിങ്ങും സ്പൂളിങ്ങും. സിഗ്നൽ CPUവിനേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് കൺട്രോളർ വഴി ഡേറ്റ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇൻപുട്ട് ബഫറിലേക്ക് സെൻഡ് ചെയ്യും. അങ്ങനെയാണ് ബഫറിങ് നടക്കുന്നത്. empty ആണെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനുള്ളത് പോവും. ഇനി ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് പറ്റും, വേറൊരു ബഫറിനകത്തോട്ട് ഫില്ല് ചെയ്യും. അവിടെ ഓവർലാപ്ഡ് പ്രോസസ്സിങ് നടക്കുമെന്ന് പറഞ്ഞു. ഈ സ്പൂളിംഗ് എന്താണ്? ഡിവൈസ് മാനേജ്മെൻറ്റ് ടെക്നിക് യൂസ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടാസ്ക് ഓൺ സെയിം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. നമ്മൾ പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് സ്പൂളിങ്. ഇനി അടുത്തത് മെമ്മറി മാനേജ്മെൻറ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റ് 2 ടെക്നിക്കാണ്, പാർട്ടീഷനിങ്ങും വെർച്വൽ മെമ്മറിയും. പാർട്ടീഷനിങ്ങിനകത്താണെങ്കിൽ മെമ്മറീനെ പല പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെമ്മറി വേസ്റ്റേജ് ഒരുപാട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഈ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയിൽ കുറച്ച് പാർട്ടും ബാക്കി സെക്കൻഡറി സ്റ്റോറേജിലുമാണ് നമ്മളൊരു പ്രോഗ്രാമിൻ്റെ കീപ്പ് ചെയ്യുന്നത്. മെയിൻ മെമ്മറിയിലുള്ള പാർട്ടിനെ ആക്റ്റീവ് സെറ്റ് എന്നും ബാക്കിയുള്ള സെക്കൻഡറി സ്റ്റോറേജിലുള്ളതിനെ ഇവർ രണ്ടുപേരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേജ് മാനേജ്മെൻറ്റ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു, പേജ് മാപ്പ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വെർച്വൽ അഡ്രസ്സും ഉണ്ട്, ഇത് എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് മെമ്മറി യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും. ഫയൽ അലോക്കേഷൻ ടേബിൾ, ഫയൽ മാനേജ്മെൻറ്റിന് ഫയൽ അലോക്കേഷൻ ടേബിൾ ഉണ്ട്. അതാണ് ഫയൽ നെയിമും ടൈപ്പും സൈസും ആക്സസ് മോഡും എല്ലാം ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്നത്. അതുപോലെ ഫയൽ മാനേജറാണ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും ഒക്കെ ഉള്ള സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഫയൽ അലോക്കേഷൻ ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഫയൽ മാനേജറാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.